പി.സി. ചാക്കോയ്ക്കെതിരെ ഒളിയമ്പുമായി മുല്ലപ്പള്ളി. അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കുമെന്നും മുല്ലപ്പള്ളി. വിശദാംശങ്ങൾ നൽകാൻ മേഘ ചേരുകയാണ്. മേഘ, പി.സി. ചാക്കോയ്ക്കെതിരെയുള്ള മുല്ലപ്പള്ളിയുടെ ഒളിയമ്പ്, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്? വിശദാംശങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി നടത്തിയ ഒരു പ്രതികരണമുണ്ടായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാൻ ഡൽഹി കേന്ദ്രീകരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങൾ താൻ പിന്നീട് വെളിപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. ഇന്നും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം, ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ച നടന്നിട്ടുണ്ട്, അത് താൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഏതു തരത്തിലുള്ള ചർച്ചയാണ് നടന്നത് എന്ന് താൻ വ്യക്തമാക്കും എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് താൻ കാര്യങ്ങൾ പറഞ്ഞാൽ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചില കോൺഗ്രസ് നേതാക്കൾക്കും അത് വേദനയുണ്ടാക്കുമെന്നും താൻ എന്ത് സംഭവിച്ചാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ രഹസ്യ ചർച്ച നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കും എന്ന തരത്തിലാണ് മുല്ലപ്പള്ളി പ്രതികരിച്ചത്. കൃത്യമായി തന്നെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തക ചോദ്യം ഇങ്ങനെയായിരുന്നു, കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കുന്ന തരത്തിലാണോ ഈ രഹസ്യ ചർച്ചയുടെ കാര്യങ്ങൾ വിശദീകരിച്ചാൽ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായും ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്കും വേദനിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പി.സി. ചാക്കോ വ്യക്തമാക്കിയിരുന്നു, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരില്ല, രാഹുൽ വയനാട്ടിൽ മത്സരിക്കില്ല എന്ന തരത്തിൽ പി.സി. ചാക്കോ ആയിരുന്നു ആദ്യം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം എന്ന് നമുക്ക് വായിക്കാനാകും. ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കും എന്ന വാക്ക് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. മേഘ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പി.സി. ചാക്കോ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയപ്പോൾ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തെ അതിനിശിതമായി തന്നെ വിമർശിച്ചിരുന്നു. ഗ്രൂപ്പ് വീതം വെപ്പ എന്നാണ് അദ്ദേഹം ആ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ വിലയിരുത്തിയതും. ഈ സാഹചര്യത്തിൽ മുല്ലപ്പള്ളി ഇത്തരത്തിലൊരു ഒളിയമ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കറിയാം, വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഗ്രൂപ്പ് പോര് ഒരു വിധത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ഒരു യുഡിഎഫിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു AICC ഇടപെട്ടത് രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടായിരുന്നു. ഇപ്പോഴും നേതൃതലത്തിലുള്ള ഭിന്നത അല്ലെങ്കിൽ തർക്കം പോര് തുടരുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു അവസാനത്തെ ഉദാഹരണമല്ലേ ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ ഒരു പ്രതികരണം? ക്രിസ്റ്റീന, നമുക്കറിയാം, ഈ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുമോ എന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആദ്യം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ടി സിദ്ദിഖ് മത്സരിക്കും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ തരത്തിലുള്ള തർക്കം നടന്ന സാഹചര്യത്തിലായിരുന്നു വയനാട് സീറ്റ് സിദ്ദിഖിനും നൽകും എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് രാഹുൽ ഗാന്ധി വരും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും സജീവമായി. അപ്പോൾ തന്നെ പി.സി. ചാക്കോ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയ കാര്യം എന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരില്ല, വയനാട്ടിൽ മത്സരിക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി പോലും കൃത്യമായി നിലപാട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രാഹുൽ ഗാന്ധി വരും, അദ്ദേഹം അത് പിൻവലിക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ നീണ്ടു. ഏതായാലും കൃത്യമായി കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി പ്രഖ്യാപിച്ചിരുന്ന കാര്യം എന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുന്നുണ്ട്, അത് താൻ വെളിപ്പെടുത്തും എന്ന തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി പറഞ്ഞത്. ഏതായാലും ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു, ചില കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കും താൻ ഈ സത്യം തുറന്നു പറഞ്ഞാൽ, ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്കും വേദനിക്കും എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾക്കെതിരെ മുല്ലപ്പള്ളി പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് മേഘ. ഗാന്ധി കുടുംബത്തെ അടുത്തറിയാമെന്ന തരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കിയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് പി.സി. ചാക്കോ. അദ്ദേഹത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അടക്കം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അത്തരത്തിലൊരു സാഹചര്യമില്ല, അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയതുമാണ്. ഇപ്പോൾ മുല്ലപ്പള്ളി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് തീർച്ചയായും കോൺഗ്രസിലെ മുതിർന്ന നേതാവിനെ കുറച്ചു കാണിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? ഇനിയും ഈ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചകളിലേക്ക് വഴിതെളിക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്?
തീർച്ചയായും ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ PC ചാക്കോ കൃത്യമായി കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ തന്നെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളും കൃത്യമായ ധാരണയുള്ള ആളും കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു നേതാവിനെ കുറിച്ചാണ് ഇപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകൾ താൻ തുറന്നു പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കൾക്ക് അത് വേദനയുണ്ടാക്കും. ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ മുതിർന്ന നേതാക്കൾ വേദന ഉണ്ടാക്കും എന്ന വാക്ക് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കൃത്യമായി തന്നെ PC ചാക്കോയെ ഉന്നമിച്ചുകൊണ്ട് തന്നെയാണ് മുല്ലപ്പള്ളി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. ചില പ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് വേദനിക്കുമെന്ന് എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളിയുടെ ഒളിയമ്പ് PC ചാക്കോയെ ഉദ്ദേശിച്ച് വിശദാംശങ്ങൾ നൽകിയത് മേഘാമാധവനാണ്. മറ്റൊരു വാർത്തയിലേക്ക്. തൊടുപുഴയിൽ ക്രൂരമായ മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് ഡോക്ടർമാർ. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. വിശദാംശങ്ങൾ നൽകാൻ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിനെ കാണാൻ മുഖ്യമന്ത്രി എത്തിയിരുന്നു. സന്ദർശനം പൂർണ്ണമായോ? വിശദാംശങ്ങൾ ഏതു തരത്തിലാണ്? മുഖ്യമന്ത്രി ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത്. ഇപ്പോഴും മുഖ്യമന്ത്രി ആശുപത്രിക്ക് അകത്ത് തന്നെയാണുള്ളത്. കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അദ്ദേഹം അന്വേഷിക്കുന്നത് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ എന്ത് നടപടികളാണ് ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടോ, മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് എന്നുള്ളതാണ്. കാരണം അത്രമേൽ ഗുരുതരമാണ് കുട്ടിയുടെ ആരോഗ്യനില. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ല. തലച്ചോറിനേറ്റ ക്ഷതം വലിയ തോതിലുണ്ട്. തലച്ചോറിൻ്റെ പ്രവർത്തനം ഒരു തരത്തിലും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. 5% താഴെ മാത്രമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം ഇപ്പോഴുള്ളത്. ഏതാണ്ട് ബ്രെയിൻ ഡെത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള നിഗമനത്തിലാണ് വിദഗ്ധ ഡോക്ടർമാരുള്ളത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് വിദഗ്ധ ചികിത്സയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായി ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം, ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള 3 അംഗ സംഘം ഇവിടെ എത്തി കുട്ടിയെ വിശദമായി പരിശോധിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചികിത്സകളും നിർദ്ദേശിച്ചിരുന്നു. അത്തരം ചികിത്സകളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ അത്തരം ചികിത്സകൾ ആരംഭിച്ച് ഇപ്പോൾ 48 മണിക്കൂർ പിന്നിടുമ്പോഴും കാര്യമായ പുരോഗതി കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. എങ്കിലും പരമാവധി കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ, രക്ഷിക്കാനുള്ള പരമാവധി ശ്രമത്തിലാണ് ഡോക്ടർമാർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇതിനിടയിലാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ടോ എന്നറിയുന്നതിനും കുട്ടിയെ നേരിൽ കാണുന്നതിനുമായി സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ആശുപത്രിയിലെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി കോൺഫറൻസ് ഹാളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 2 കാര്യങ്ങളാണ് പരിശോധിക്കുക. ഒന്ന്, ഈ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിദഗ്ധ ഡോക്ടർമാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്താവശ്യമുണ്ടെങ്കിലും അതിൽ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് സർക്കാരും മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. ഏതായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പുറത്തേക്ക് വരും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. സാലി, അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ച 7 വയസ്സുകാരന്റെ ആരോഗ്യനില സംബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി കുട്ടിയെ ചികിത്സയിലുള്ള ആശുപത്രിയിൽ സന്ദർശനത്തിനെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 15 മിനിറ്റായി മുഖ്യമന്ത്രി കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ച് അറിയുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സാലി മുഹമ്മദാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ 29 ഉപഗ്രഹം ISRO വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:30 വിക്ഷേപണം. അമേരിക്കയുടെ 24-ഉം ലിത്വാനിയയുടെ 2-ഉം സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഓരോ ഉപഗ്രഹങ്ങളുമാണ് വിക്ഷേപിച്ചത്. PSLVയുടെ C-45 റോക്കറ്റാണ് ഇന്ത്യയുടെ എമിസാറ്റ് അടക്കമുള്ള ഉപഗ്രഹങ്ങളുമായി കുതിച്ചത്. MP എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 2004 മുതൽ രാഹുൽ MP ആയ അമേഠി മണ്ഡലം അടിസ്ഥാന സൗകര്യ വികസനത്തിലും മാനവ വിഭവശേഷി വികസനത്തിലും ഏറെ പിന്നിലാണ്. മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത MP എന്ന പേരുദോഷവുമായാണ് രാഹുൽ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത്. 1967 മുതൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ അമേഠി യാതൊരു വികസനവും തൊട്ടു തീണ്ടാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്.
അമേഠിയുടെ ഈ പേരുദോഷം മാറ്റാൻ ഒന്നും ചെയ്യാൻ 2004 മുതൽ MP ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കാകട്ടെ സാധിച്ചതുമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഏറ്റവും മോശം MP ആകുന്നുവെന്ന് ലോക്സഭാ സൈറ്റിലെ വിവിധ കണക്കുകളിലൂടെ വ്യക്തമാകും. പാർലമെന്റിൽ ഹാജരാകുക എന്നതാണ് പാർലമെന്റ് അംഗത്തിന്റെ പ്രാഥമിക കടമ. അക്കാര്യത്തിൽ തന്നെ രാഹുൽ പരാജയമായി. 52% മാത്രമാണ് രാഹുലിന്റെ 5 വർഷത്തെ ഹാജർ ശരാശരി. ദേശീയ ശരാശരി 80%ആണെന്നിരിക്കെയാണ് ഈ മോശം പ്രകടനം. ചർച്ചകളിൽ പങ്കെടുത്തത് പരിശോധിച്ചാൽ 14 ചർച്ചകളിൽ പങ്കെടുത്തതിന്റെ മാത്രം കണക്ക് കാണാം. 67 ദേശീയ ശരാശരി എന്നോർക്കണം. ഇതിലും പരമദയനീയമാണ് ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം. വട്ടപൂജ്യം. അതായത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഒരക്ഷരം ഉരിയാടിയില്ലെന്ന് സാരം. സ്വകാര്യ ബിൽ അവതരിപ്പിച്ച കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല, 0 തന്നെ. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടെ, അതായത് 3650 ദിവസത്തിനിടെ രാഹുൽ മണ്ഡലത്തിൽ പൂർണ്ണമായും ചെലവഴിച്ചത് 106 ദിവസം മാത്രമാണ്. എന്നാൽ 2015 ജൂൺ മുതൽ 2017 ജൂലൈ വരെ വിദേശ പര്യടനം നടത്തിയതാകട്ടെ 121 തവണയും. ഇനി MP ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യം പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ MPമാരിൽ ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ 71ാം സ്ഥാനമാണ് രാഹുൽ ഗാന്ധിക്ക്. ഏറ്റവും പോഷകാഹാരക്കുറവ് നേരിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമേഠിയെന്നും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ജനുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്റേറിയൻ എന്ന രീതിയിൽ പൂർണ്ണ പരാജയമെന്ന പേരുദോഷവുമായി എത്തുന്ന രാഹുൽ ഗാന്ധിയെ ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് വിലയിരുത്തുമെന്നുറപ്പ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നെറുകയിലെത്തുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് കോടതിയുടെ പരിഗണനയിലെത്തുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകും. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും മുഖ്യപ്രതികളായിരിക്കുന്ന കേസ് രാഷ്ട്രീയ വജ്രായുധമാക്കാനാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് ഗാന്ധി കുടുംബം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവരുടെ അപേക്ഷ പരിഗണിച്ച് നാഷണൽ ഹെറാൾഡ് കേസ് ഏപ്രിൽ 23 മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശങ്ങൾ കത്തിജ്വലിക്കുന്ന സമയത്ത് ഈ കേസ് കോടതി പരിഗണിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചു നൽകുമെന്നുറപ്പാണ്. സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കുമെതിരെ സുബ്രഹ്മണ്യസ്വാമി ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് 2010 5 ലക്ഷം രൂപ മൂലധനം കൊണ്ട് രൂപീകരിച്ച യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് സുബ്രഹ്മണ്യസ്വാമി ആരോപിക്കുന്നത്. 2010 ഡിസംബർ 13 രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി നിയമിതനായി. അധികം വൈകാതെ 2011 ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡ് അംഗമായും സ്ഥാനമേറ്റെടുത്തു. യങ് ഇന്ത്യൻ കമ്പനിയുടെ 76% ഓഹരികളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കൈവശം വെച്ചിരിക്കുന്നത്. 12% വീതം ഓഹരികൾ മോത്തിലാൽ വോറയ്ക്കും ഓസ്കാർ ഫെർണാണ്ടസിനുമുണ്ട്. ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ്, ഗവാമി ആവാസ് എന്നീ പത്രങ്ങളും ദില്ലിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും സോണിയയുടെയും കൈവശത്തിലായി എന്നും പരാതിയിൽ ആരോപിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യൻ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒരു ലോക്സഭാ മണ്ഡലത്തിലെയും 50% VVPAT രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. TK രംഗരാജൻ, S സുധാകർ റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, KC വേണുഗോപാൽ തുടങ്ങി 21 പ്രതിപക്ഷ നേതാക്കളാണ് ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. 50% VVPAT രസീതുകൾ എണ്ണാനെടുക്കുന്ന സമയത്തെക്കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ VVPAT എണ്ണുന്ന നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നാണ് കമ്മീഷന്റെ വാദം. സംസ്ഥാനത്ത് കനത്ത ചൂട് മൂലമുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകൾ നടത്തരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസവും നിരവധി പേർക്ക് സൂര്യാതപമേറ്റിരുന്നു. അണികളിൽ ആവേശം പകർന്ന പ്രചരണ പരിപാടികളിൽ ദേശീയ നേതാക്കൾ സജീവമായി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. വയനാട്ടിൽ രാഹുൽ മത്സരിച്ചാൽ തരംഗമുണ്ടാകുമെന്ന് പറയുന്ന നേതാക്കൾ 2014 സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിച്ചിട്ടും കോൺഗ്രസിനുണ്ടായ തിരിച്ചടി ഓർക്കണമെന്നും MA ബേബി പറഞ്ഞു.
LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ആവേശം പകർന്നാണ് ഇടതുപക്ഷ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരിയും MA ബേബിയും പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന പ്രധാന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തിയത്. ബദൽ നയപരിപാടിയിലൂടെ രാജ്യത്തെ മാറ്റാനും രക്ഷിക്കാനും 2004-ലേതുപോലെ ഇത്തവണയും കേരളം LDFന് തിളക്കമാർന്ന വിജയം നൽകണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. Similar maturity today is required in order to show that 2004 you gave 18 out of 20 to the LDF. This time you will give 20 out of 20 to the LDF and send them to the parliament for the future of India. എന്തിനാണ് BJPക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും സമരം മുഖ്യമന്ത്രി പിണറായി തത്സമയ സംപ്രേഷണം. ഡോക്ടർമാരുടെ സംഘത്തോടൊപ്പമാണ് കുട്ടിയെ കണ്ടത്. അതിനു മുൻപ് വിശദമായി തന്നെ ഡോക്ടർമാരുമായി സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യന്ത്ര സംവിധാനങ്ങളുടെ ആധുനിക കാലത്തെ മെച്ചം കൊണ്ട് തുടരുന്ന നില മാത്രമാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് ഇത്തരത്തിൽ തുടരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തുടരുന്ന നിലയാണ് എടുത്തിട്ടുള്ളത്. കുട്ടിക്ക് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നീങ്ങണം. അതീവ ഗൗരവമായ അതീവം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നാം അതീവ ഗൗരവമായ അതീവ അവസ്ഥ. വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയായിരുന്നു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തോട് സംസാരിച്ച ശേഷം കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്താൽ മാത്രമാണ് കുട്ടിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. അത് മെഡിക്കൽ ബോർഡ് നിർദ്ദേശപ്രകാരമാണ് നിലവിലെ ചികിത്സ തുടരുന്നതെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വെന്റിലേറ്ററിൽ തുടരുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുമുള്ള പുരോഗതിയില്ല എന്നാണ് മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകാൻ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കുഞ്ഞിനെ നേരിട്ട് മുഖ്യമന്ത്രി സന്ദർശിച്ച ശേഷം സന്ദർശനം പൂർണ്ണമാകുമ്പോൾ ഏതു തരത്തിലാണ് അദ്ദേഹം ആരോഗ്യനില സംബന്ധിച്ചുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തത മുഖ്യമന്ത്രി ഏത് തരത്തിലാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്? വിശദാംശങ്ങൾ. മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റം നിരാശാജനകമാണ് സാഹചര്യം എന്ന് തന്നെയാണ്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത തരത്തിലേക്ക്, ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടിക്ക് സ്വന്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പോലും സാധ്യമാകാത്ത ആ സ്ഥിതി വിശേഷം ഇപ്പോഴും തുടരുകയാണ്. യന്ത്ര സഹായത്തിൽ മാത്രം ഇപ്പോൾ കുട്ടി ജീവൻ നിലനിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ പ്രതീക്ഷകൾക്ക് വകയില്ല എന്ന വിവരമാണ് ഡോക്ടർമാർ പങ്കുവച്ചത് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതാണ്ട് അരമണിക്കൂറോളം മുഖ്യമന്ത്രി ആശുപത്രിക്ക് മെഡിക്കൽ കോളേജിനകത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഈ കുട്ടിയെയും കണ്ടു, ഒപ്പം കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: കുട്ടി ഈ പ്രതീക്ഷയില്ലാത്തവണ്ണം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇതിനനുസരിച്ച് ഇനി തുടർ നടപടികൾ എന്താണ് ഉണ്ടാവുക, മെഡിക്കൽ
ബോർഡ് ഇതിനായി രൂപീകരിച്ച പ്രത്യേക മെഡിക്കൽ ബോർഡ് ഒരു വട്ടം കൂടി കുട്ടിയെ പരിശോധിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന വിവരം ഇന്നോ നാളെയോ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തും. അതിനുശേഷം കുട്ടിയുടെ ബ്രെയിൻ ടെസ്റ്റ് സ്ഥിരീകരിക്കുന്നതിനടക്കമുള്ള സാങ്കേതിക നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രി ഡോക്ടർമാരോട് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുമെങ്കിൽ അതിന് എന്ത് നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി ഡോക്ടർമാരോട് പറഞ്ഞത്. പക്ഷേ ഡോക്ടർമാർ മുഖ്യമന്ത്രിയെ അറിയിച്ച വിവരം അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്, അതിനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയാം. എന്റെ സഹായത്തോടു കൂടി മാത്രമാണ് കുട്ടിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് മുഖ്യമന്ത്രിക്ക് ഡോക്ടർമാർ കൈമാറിയിരിക്കുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ സന്ദർശനത്തിന് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞതും. സലീം മുഹമ്മദ്, നേരത്തെയും സംസ്ഥാന സർക്കാർ ഇതിന്റെ ഈ ഒരു സംഭവം നടന്ന ഇതിന്റെ ആദ്യഘട്ടം മുതൽ കുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സാ ചെലവുകളും വഹിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ഒരു നേരിയ പുരോഗതി പോലും ഇല്ലാത്ത സാഹചര്യമാണെന്ന് വൈദ്യസംഘം അടക്കം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി ആശുപത്രിയിൽ കുട്ടിയെ സന്ദർശിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇനിയും ഏതെങ്കിലും വിദഗ്ധ ചികിത്സയുടെ ആവശ്യമുണ്ടോ, ആശുപത്രി മാറ്റുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ആരായേണ്ടതുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ട സാഹചര്യത്തിൽ ഇനി എന്താണ് മനസ്സിലാക്കേണ്ടത്? മെഡിക്കൽ സംഘം പറയുന്നത് പോലെ ഇപ്പോഴുള്ള ചികിത്സ തുടരുക എന്നത് മാത്രമല്ലേ ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു സാധ്യത? മുഖ്യമന്ത്രിയോട് ഈ ഡോക്ടർമാർ പറഞ്ഞ വിവരവും അത് തന്നെയാണ്. വലിയ സാധ്യതകളില്ല, അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ഡോക്ടർമാരോട് പറഞ്ഞത്, ആശുപത്രി അധികൃതരോട് പറഞ്ഞത് എന്ത് തരത്തിലുള്ള ചികിത്സ നൽകാനും അതിനുള്ള സൗകര്യമൊരുക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അതിന്റെ ഭാഗമായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ചികിത്സ ഒരുക്കാനും സർക്കാർ തയ്യാറാണ് എന്ന വിവരമാണ് മുഖ്യമന്ത്രി ഡോക്ടർമാർക്ക് കൈമാറിയത്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് അതിനുള്ള ഒരു സാധ്യതയും ഇനിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വലിയ പ്രതീക്ഷകൾക്ക് ഇനി വഴിയില്ല എന്ന് തന്നെയാണ് വിവരം. അത് തന്നെ മുഖ്യമന്ത്രി പുറത്ത് മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. ഇനിയുള്ള ഏക നടപടിക്രമം എന്ന് പറയുന്നത് വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു പാനൽ, ഒരു മെഡിക്കൽ ബോർഡിനെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർ വന്ന് കുട്ടിയെ പരിശോധിക്കുക, ഇനി ഏതെങ്കിലും സാധ്യതകളുണ്ടോ ഒരു വട്ടം കൂടി നോക്കുക, അതിനുശേഷം ബ്രെയിൻ ടെസ്റ്റ് സ്ഥിരീകരിക്കുക. അതാണ് ഇനി മുന്നിലുള്ള വഴി. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഡോക്ടർമാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ള 3 അംഗ സംഘം കുട്ടിയെ ഒരിക്കൽ കൂടി പരിശോധിച്ച് കാര്യങ്ങളിൽ ഒരു തീരുമാനം അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. സലീം മുഹമ്മദ്. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി സന്ദർശിച്ചു. കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ സംഘത്തോട് കാര്യങ്ങൾ ആരാഞ്ഞ ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്, ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുമുള്ള പുരോഗതി ഇല്ല എന്ന് തന്നെയാണ്. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതത്തിനായി കാത്ത് പ്രാർത്ഥനയോടെയാണ് സംസ്ഥാനമുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് സാലിം മുഹമ്മദാണ്. ഇനിയൊരിടവേള.